ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഫക്കെട്ട്, നെഞ്ചിലും തലയിലും ഒക്കെ കഫക്കെട്ട് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചിട്ടും ഒരു റിലീഫ്, പൂർണ്ണമായിട്ടുള്ള റിലീഫ് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു മാന്ത്രിക മരുന്നാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് നോക്കി വിജയിച്ചിട്ടുള്ളതാണ്. ചേട്ടന് കഫക്കെട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ മാറി കേട്ടോ. നല്ല രാത്രിയിൽ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് മാറിയതാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുരുമുളക് വേണം, പിന്നെ ഒരു നാരങ്ങ വേണം, ഒരു 6 അല്ലി വെളുത്തുള്ളി എടുക്കണം, പിന്നെ ഒരു വലിപ്പത്തിൽ ഒരു ഇഞ്ചി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ഇത് ലാസ്റ്റ് ഒരു സംഭവം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, അത് പറയാം. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അരിഞ്ഞിട്ട് വെളുത്തുള്ളി മാത്രം ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി കേട്ടോ. ബാക്കി എല്ലാം അരിഞ്ഞാൽ മതി, വേറെ ഒന്നും ചതക്കേണ്ട ആവശ്യമില്ല. കാരണം നന്നായിട്ട് വേവേണ്ടതാണ്, അത്യാവശ്യം വേവേണ്ടതായതുകൊണ്ട് വേറെ ഒന്നും ചതക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ വെളുത്തുള്ളി അരിയുന്നുണ്ട്, അതുപോലെ ഇഞ്ചി, നാരങ്ങ എല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഒരു സ്പൂണൊക്കെ വെച്ചൊക്കെ കൊടുക്കാം കേട്ടോ. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി കൊടുത്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ കഴിക്കണം, അത് ഇതിനൊരു ടേസ്റ്റിൻ്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് അവർ കഴിച്ചാൽ വളരെ നല്ലതാണ് ചുമയ്ക്കും കഫക്കെട്ടിനും. അപ്പോൾ കഴിപ്പിച്ചാൽ വളരെ നല്ലത്. അപ്പോൾ അത് നാരങ്ങയും അരിയുന്നുണ്ട്. പിന്നെ ഇത് കഴിക്കാൻ പാടില്ലാത്ത 2-3 പേരുണ്ട്. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 കൂട്ടർ ഇത് കഴിക്കാൻ നിൽക്കേണ്ട. അത് ഡോക്ടർ പറഞ്ഞാൽ കഴിക്കുക. ഒന്നാമത്തത് ഗർഭിണികളായിട്ടുള്ളവർ, പിന്നെ മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ വൃക്ക, അതിന് എന്തെങ്കിലും മരുന്നെടുക്കുന്നവർ ഇത് കഴിക്കണ്ട. അത് അവരുടെ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് മാത്രം. ഇനി നമ്മളതെല്ലാം ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. 2.5 ഗ്ലാസ് വെള്ളം, ഏത് അളവാണെങ്കിലും നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് 2.5 ഗ്ലാസ് വെള്ളം നമ്മളതിനെ വറ്റിച്ച് ഒരു 1.25 ഗ്ലാസ് ആക്കണം. 2.5 ഗ്ലാസ് വെള്ളം എടുത്തതിനെ ഒരു 1.25 ഗ്ലാസ് ആവണ വരെ വറ്റിക്കണം. നല്ലവണ്ണം അടച്ചു വെച്ച് വറ്റിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫലം, നന്നായിട്ട് ഫലം ഇറങ്ങുള്ളൂ. ഇങ്ങനെ നെറ്റിയിലും അതുപോലെ തലയുടെ അവിടെയും മൂക്കിൻ്റെ ഇതിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്, കഫക്കെട്ട്, വേദന, തലവേദന പോലെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടും. പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഇതിന് കിട്ടും. വെള്ളത്തിൽ അലിയിപ്പിച്ച് കഴിക്കാനായിട്ടൊക്കെ ഉള്ള മരുന്നുകളൊക്കെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചിട്ട് ഒരു ശമനം കിട്ടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം നല്ല സാധനങ്ങൾ മാത്രമാണ് ശരീരത്തിന്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആഹാരം കഴിച്ചതിന് ശേഷം കഴിക്കുക. അല്ലാന്നുള്ളത് ചിലർക്ക് നെഞ്ചെരിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുക, ഒരു പ്രശ്നമില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അതുപോലെ വൃക്ക, അങ്ങനെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർ പ്രത്യേകിച്ച് ഇത് കഴിക്കാൻ നിൽക്കേണ്ട. അത് ഡോക്ടർ പറയാം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി എല്ലാവർക്കും കഴിക്കാം കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ അവർ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചു. ആ 2.5 ഗ്ലാസ് വെള്ളം ഇപ്പോൾ തിള വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. നാരങ്ങ, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ തിളച്ച് 1.25 ഗ്ലാസ് ആവണ വരെ അതൊന്ന് കുറുകി വരട്ടെ. കുറുകി വരുമ്പോഴാണ് 2 സംഭവങ്ങൾ വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ 2 സംഭവങ്ങൾ കൂടി ചേർത്താലാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലമുള്ളത്. ഇത് അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അകത്തൊന്നും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ കറക്റ്റുള്ള ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് തന്നെ ആവണം. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. അതൊന്ന് നല്ല പോലെ ഒന്ന് കുറുകി വരട്ടെ. കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അത്ഭുത മരുന്ന്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളർ വരും കേട്ടോ. നല്ല ഒരു ഇത് കുറുകി വരുന്നതിനനുസരിച്ച് ഒരു ഓഫ് വൈറ്റ് കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിനി 2 സാധനങ്ങൾ കൂടി നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുറച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ടതുണ്ട്, 1 നുള്ള് കുരുമുളക് പൊടി ചേർക്കേണ്ടതുണ്ട്, പിന്നെ 1 നുള്ള് മഞ്ഞൾ പൊടി. അതും നല്ല പ്യുവറായിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ പ്യുവറായിട്ടുള്ള മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി കിട്ടുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതുകൂടി ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക്, ഈ ഒരു ഓഫ് വൈറ്റ് കളർ ആവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മുടെ അത്ഭുത മരുന്നപ്പോൾ റെഡിയാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാം വെന്തുടഞ്ഞു കേട്ടോ. വെന്ത് നല്ല ഇതായി, എല്ലാ സത്തും എല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് സംഭവം. കുറച്ചേ ഉള്ളെങ്കിലും നമ്മളിതൊരു 4 നേരമൊക്കെ കഴിക്കാം കേട്ടോ. 4 നേരമൊക്കെ ഇത് കുടിച്ചെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമില്ല, നല്ലത് തന്നെയാണ്. ഒരു കാൽ ഗ്ലാസ് വീതം എടുത്ത് അങ്ങനെ കഴിച്ചാൽ മതി. അപ്പം ഞാനിതൊന്ന് അരിച്ച് മാറ്റുവാണ്. അരിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്പൂണൊക്കെ കൊണ്ടൊന്നുകൂടി ഞെക്കി കൊടുക്കാം കേട്ടോ. നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ സത്ത് എടുത്തിട്ട് ഇതാ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാം. പിന്നെ ഇത് ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു തരി ഉപ്പ്. ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. ആ ടേസ്റ്റ് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഉപ്പിട്ടാൽ മതി. ഉപ്പിടണം എന്നൊരു നിർബന്ധമില്ല. വേണമെങ്കിൽ മാത്രം ഒരു പൊടി ഉപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അത്ഭുത മരുന്ന്. കഫക്കെട്ട്, ചുമ, എല്ലാത്തിനും കെട്ടിക്കിടക്കുന്ന കഫമൊക്കെ ഒരാഴ്ച ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിലീഫ് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.